ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എന്റെ വാക്കിനവൻ പുല്ല് വിലയാ തന്നത്. ആ പെണ്ണിന്റെ വാക്കും കേട്ട് അവനെ വളർത്തി വലുതാക്കി എന്നെ അവൻ ധിക്കരിച്ചു. അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മതിയേട്ടാ, അവൻ നമ്മുടെ പയ്യൻ തന്നെയല്ലേ. ഇനി അവനെ കുറിച്ച് ഈ വീട്ടിൽ ഒരാളും വേണ്ടി പോരുത്. എനിക്കിനി അങ്ങനൊരു മകനില്ല. നീ വരുന്നില്ലേ? അതെ, നീ നാണം കിടന്ന് കാണാനല്ലേ. അത് ഞാൻ ഇവിടുന്ന് വൃത്തിയായിട്ട് കണ്ടോളാം. വലിയ ഉപകാരം. നിങ്ങൾ വാ. ഗോപാലേട്ടാ, ദേ സഞ്ജു വരുന്നുണ്ട്. കൂടെ ആ സ്വപ്നം ഉണ്ടാവുമല്ലേ? ഉണ്ട്. അവളുടെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരാന്നായിരിക്കും അവൻ വിചാരിക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞാൻ ചാവണം. ഇവരുടെ കല്യാണം കഴിഞ്ഞു ഗോപാൽജി. നല്ല കാര്യം. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ പരിപാടി? ഇവര് ഗോപാൽജിയുടെ അനുഗ്രഹം വാങ്ങാൻ വന്നത്. ചെന്ന് അനുഗ്രഹം വാങ്ങാം. സഞ്ജുട്ടാ, നീ കൊള്ളാലോടാ മോനെ. ഞാൻ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞ പെണ്ണിനെ തന്നെ നീ കെട്ടി. എന്നിട്ട് എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അനുഗ്രഹം ചോദിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് വല്ലാത്തൊരു ചങ്കൂറ്റം തന്നെ. ഗിരി, നിന്റെ അളിയനായന്റെ ധൈര്യമാണ് നീ കാണിച്ചേ. ഗോപാൽജി, ഇവൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവൻ നിങ്ങളുടെ മകനാ. ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് അകറ്റുന്നത് ശരിയാണോ? ഗിരി, നിന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ശരിയെന്ന് തോന്നിയത് നീ ചെയ്തു. എനിക്കിഷ്ടമല്ലാഞ്ഞിട്ട് കൂടി എന്റെ കൺമുമ്പിൽ വെച്ച് ഇവന്റെ കല്യാണം ഇവളുമായിട്ട് നടത്തിയിട്ടും ഞാൻ പ്രതികരിക്കാതിരിക്കുന്നതേ നിന്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടാ. അതുപോലെ തന്നെ ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് എന്റെ തീരുമാനം. എന്റെ കുടുംബത്തിന്റെ മാനം നിലനിർത്താൻ എനിക്കത് ചെയ്തേ പറ്റൂ. ഞാനൊരു കല്യാണം കഴിച്ചതിനും ഡാഡി എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഈ കല്യാണം കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്ന് നിനക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എന്നിട്ടും നീ കിടന്ന് പൊട്ടം കളിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നേ. ഞങ്ങളോട് അച്ഛന് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? സ്വന്തം പേരക്കുട്ടിയോട് ഇങ്ങനൊരു അകൽച്ച കാണിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളോട് ക്ഷമിച്ച് അംഗീകരിച്ചൂടെ അച്ഛാ? ആരടി നിന്റെ അച്ഛൻ? നിന്റെ അച്ഛൻ ലോക്കപ്പിൽ മരിച്ചുപോയ ശങ്കർനാ. ഇത് ഗോപാൽജി, എന്റെ അച്ഛൻ. ഇവനെ പോലൊരു മണ്ടനെ കല്യാണം കഴിച്ച് ചുളുവിന് അച്ഛനെ മാറ്റാന്ന് നീ കരുതണ്ട. ശാലിനി, വാക്കുകൾ അളന്ന് മുറിച്ച് ഉപയോഗിച്ചോണം. ഇനി എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ നീ ആരുടെ മകളാണെന്നൊക്കെ ഞാനങ്ങ് മറക്കും. ശാലിനിക്കൊരു അബദ്ധം പറ്റിയതാ ഗിരി. ഇവനെ കല്യാണം കഴിച്ചപ്പോ നീ വലിയതെന്തോ സാധിച്ചെന്ന് നിനക്കൊരു തോന്നലുണ്ടാവും. അത് വെറും മണ്ടത്തരം മാത്രം. ഗോപാൽജിയുടെ മകനെന്നല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഗുണവുമില്ല.
അത് വൈകാതെ നീ മനസ്സിലാക്കും. ഇവൻ കാരണം നീ ഒരുപാട് അനുഭവിക്കും. ഗോപാൽജിയുടെ നിലപാട് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവളെന്റെ അനിയത്തിയായി പോയില്ലേ, അവളെ എനിക്ക് സംരക്ഷിക്കാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവരെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഗോപാൽജിക്ക് എന്തെങ്കിലും മനമാറ്റം സംഭവിച്ച് ഇവരെ തിരിച്ചു വിളിക്കുന്നതിന് എന്റെ പ്രതീക്ഷ. അന്ന് ഇവര് ഗോപാൽജിയുടെ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. ഗിരി, നിന്നോട് എനിക്കൊരു വിരോധമില്ല. ഇന്ന് നടന്ന വിഷയം കാരണം നീ ജോലിക്ക് വരാതിരിക്കരുത്. നിന്നോട് എനിക്കുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ശരി ഗോപാൽജി. നിങ്ങൾ വാ. പുറത്താക്കിയല്ലേ? നമുക്ക് പോവാം. ഇപ്പോഴെങ്കിലും നിനക്ക് അയാളെ തനി സ്വഭാവം മനസ്സിലായോ? നീ ഇത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നേ? എടാ, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും എന്നോട് ഒരു വിരോധവും ഇല്ലെന്ന് ഗോപാൽജി പറഞ്ഞു. എന്നോട് ജോലി തുടരാനും ആവശ്യപ്പെട്ടു. അത് കലക്കി. ഈ കല്യാണത്തോടെയെങ്കിലും നീ ആ ദുഷ്ടന്റെ അടുത്ത് രക്ഷപ്പെടുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇല്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ഗിരിയുടെ കല്യാണം കാണാൻ പറ്റാത്തതിന്റെ വിഷമം ഞാനൊന്ന് മറക്കാൻ ശ്രമിക്കുമ്പോഴാ ഇവളുടെ കാര്യം. ആകെയുള്ളൊരു പെൺകുട്ടിയാ. അവളുടെ കല്യാണം എങ്ങനെയൊക്കെ നടത്തണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. എല്ലാം വെറുതെയായി. അമ്മ ഇങ്ങനെ കരയരുത്. എന്തെങ്കിലും അസുഖം വരും. വരട്ടെ, എനിക്കെങ്ങനെങ്കിലും മരിച്ചാ മതി. അപ്പൊ പിന്നെ പേരക്കുട്ടികളെ കാണണ്ടേ? അവരെ കാണാതെ പോകാനുള്ള പരിപാടിയാണോ? അപ്പൊ അവരോട് അത്രയ്ക്കുള്ള സ്നേഹേ ഉള്ളൂ. ഞാൻ ചേച്ചിയോട് പറയാറില്ലേ, ഭാനുമതി അമ്മയ്ക്ക് വെറും വാചകോടിയേ ഉള്ളൂ, ശരിക്കും ഒരു സ്നേഹവും ഇല്ലാന്ന്. നീ പോടി അവിടുന്ന്. എന്റെ പേരക്കുട്ടികളോടുള്ള സ്നേഹം ഞാൻ എന്തിനാ നിന്നെ തെളിയിച്ച് കാണിക്കുന്നത്? അമ്മേ, അവള് വെറുതെ തമാശക്ക് പറഞ്ഞതാ. നീ ഒന്നും മിണ്ടാതിരിക്കും മഹിമ. രജിസ്റ്റർ ഓഫീസിൽ കല്യാണം നടത്താൻ പോവാന്ന് നിനക്ക് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ പാടില്ലായിരുന്നോ? അമ്മേ, അവസാന നിമിഷം രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് അമ്മ വരാൻ കാത്തു നിന്നിരുന്നെങ്കിൽ ഗോപാലിന് ആളുകളെ കൊണ്ടുവന്ന പ്രശ്നം ഉണ്ടാക്കിയാണ്. എത്രയും പെട്ടെന്ന് സ്വപ്നയുടെ കല്യാണം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കുടുംബത്തിനുണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ചാ ഞാൻ ആലോചിച്ചത്. കല്യാണം നടത്തിയ ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതിന് പകരം ഇങ്ങനെ കല്യാണം നടത്താൻ സാഹചര്യം ഉണ്ടാക്കിയ മോളെ 2 തല്ലുകൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. സ്വപ്നയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രയും കാമുകന്മാരുടെ ശാപം തലയ്ക്ക് മുകളിലുണ്ടാവും. എത്ര പേരെ അവള് പറ്റിച്ചിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് പ്രാഗി കാണും. മഹിമ, എന്നോട് മിണ്ടാ നിൽക്കാൻ ഞാൻ പറഞ്ഞു. ഒരാൾ വിഷമിച്ച് നിൽക്കുമ്പോഴല്ല പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടത്. അമ്മ വെറുതെ അവള് പറയുന്ന കേട്ട് ടെൻഷൻ ആവണ്ട. എന്തൊക്കെ പറഞ്ഞാലും സ്വപ്ന ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അവൾക്ക് ഗോപാലന്റെ മരുമകളാകണമെന്നുള്ള വാശിയായിരുന്നില്ലേ? നമ്മൾ എല്ലാവരും എതിർത്തിട്ടും അവൾ അവസാനം ആ ലക്ഷ്യത്തിലെത്തി. അങ്ങനെ തീരുമാനിക്കാറായിട്ടൊന്നുമില്ല. അതെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇനി എന്താ നിന്റെ പ്രശ്നം? സ്വപ്ന സഞ്ജയുടെ ഭാര്യയായെന്ന് കരുതി ഗോപാലൻ അവളെ മരുമകളായിട്ട് അംഗീകരിക്കണമെന്നില്ല. സഞ്ജയ് എടുത്ത തീരുമാനം ഇഷ്ടപ്പെടാതെ അയാൾ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ എന്ത് ചെയ്യും? അവനെ വിശ്വസിച്ച സ്വപ്നയെ പെരുവഴിയിലാവില്ലേ? അവരെ ഗോപാൽജി അവരുടെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഗിരി ഇടപെട്ടോളും. അവനെ ഗോപാൽജി എതിർക്കില്ല. അല്ലെങ്കിലേ ഗോപാലന്റെ ആഗ്രഹത്തിനെതിരായി ഗിരിയേട്ടൻ ഈ കല്യാണം നടത്തി.
അതിന്റെ കുറ്റബോധം ഗിരിയേട്ടൻ എന്തായാലും ഉണ്ടാവും. അത് പിന്നെ കുടുംബത്തിന്റെയും അനിയത്തിയുടെയും മാനം രക്ഷിക്കാൻ ഗിരിയേട്ടൻ ചെയ്തു എന്ന് പറയാം. പക്ഷെ ഗോപാലനെ എതിർത്ത് അവരെ ആ വീട്ടിൽ കയറ്റാൻ ഗിരിയേട്ടൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഗോപാലന്റെ മരുമോളാവാന്നുള്ള സ്വപ്നയുടെ സ്വപ്നം പൂവണിഞ്ഞൊന്നും വരില്ല. അമ്മേ, അവള് വെറുതെ പറഞ്ഞതാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. സഞ്ജയ് ഗോപാലന്റെ ഒരേ ഒരു മകനല്ലേ, അവനയാളെ പുറത്താക്കില്ല. അങ്ങനെ സംഭവിച്ചാ നിന്റെ അനിയത്തിയുടെ കരിനാക്ക് ഞാൻ പിഴുതെടുക്കും.